നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മർച്ചന്റ് നേവിക്കാരനായ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയ യുവതിയുടെ വാർത്ത കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. അതും അതിക്രൂരമായിട്ടാണ് ഈ യുവതി കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ യുവതി ഗർഭിണിയാണെന്നാണ് റിപ്പോർട്ടുകൾ. സൂറത്തിൽ സൗരഭ് രാജ്പുത്ത് എന്ന യുവാവിനെയാണ് മുസ്കാൻ രസ്തോഗി കാമുകൻ സാഹിൽ ശുക്ലയും ചേർന്ന് കൊലപ്പെടുത്തിയത്. 16 കഷ്ണങ്ങളാക്കി പിന്നീട് ഒരു ഡ്രമ്മിലിട്ട് സിമന്റ് നിറച്ചു വെക്കുകയായിരുന്നു. ഇന്നത്തെ പരിശോധനയിലാണ് ഇവർ ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ജയിലിലെത്തിയാണ് യുവതിയെ പരിശോധിച്ചത്. അധികൃതരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. CMO അശോക് കഥാരിയ യുവതി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസമാണ് യുവാവിന്റെ കൊലപാതകം വെളിച്ചത്ത് വന്നത്. 2016 മുസ്കാനും സൗരഭും പ്രണയിച്ച് വിവാഹിതരാകുന്നത്. 3 വർഷമായി മകൾക്കൊപ്പം ഇവർ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. സൗരഭ് ലണ്ടനിലെ ബേക്കറി ജോലി ചെയ്യുമ്പോഴാണ് മുസ്കാനും സാഹിലുമായി അവിഹിത ബന്ധം ആരംഭിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുറിയിൽ ഉറങ്ങിക്കിടന്ന സൗരഭിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നത് ഭാര്യയായ റസ്തോഗിയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ശുക്ല ശുചിമുറിയിൽ എത്തിച്ച് 16 കഷ്ണങ്ങളാക്കി. മുസ്കാനാണ് എല്ലാ സഹായവും നൽകിയത്. ശേഷം ശരീരാവശിഷ്ടങ്ങൾ ഡ്രമ്മിലാക്കി സിമന്റ് ഇട്ടു. കഞ്ചാവിന് അടിമയായിരുന്നു കാമുകൻ. യുവതിയെയും ഇത്തരത്തിൽ അടിമയാക്കുകയായിരുന്നു. ഇതോടെ അവിഹിത ബന്ധം ദൃഢമായി. അയൽക്കാരെയും കുടുംബക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ഷിംല മണാലിയിലേക്ക് 12 ദിവസത്തെ ടൂറും പോയി. വീഡിയോയും ഫോട്ടോകളൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടു. അവധി ആഘോഷത്തിലാണെന്ന് കാണിക്കാനായിരുന്നു ഇത്. 18 കൊലപാതകം വെളിച്ചത്ത് വരുന്നത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ വീട്ടുകാർക്കൊക്കെ തന്നെ ഇത്രയും ദിവസമായിട്ട് മകൻ ഇവരെ ഫോണിലൂടെ ഒന്നും തന്നെ ബന്ധപ്പെടാതെ ഇരുന്നപ്പോഴാണ് സംശയം തോന്നി പോലീസിൽ അറിയിച്ചത്. പിന്നീടാണ് ഇതിൽ വലിയൊരു കൊലപാതകം, അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നതിന്റെ ചുരുൾ അഴിയുന്നത്. ഏതായാലും കൊലപാതക വാർത്ത പുറത്തു വന്നപ്പോൾ ഈ ഒരു മുസ്കാൻ റസ്തോഗിയെ തൂക്കിലേറ്റണമെന്നാണ് യുവതിയുടെ മാതാപിതാക്കൾ അടക്കം പറഞ്ഞത്. US നിന്ന് നാട്ടിലെത്തിയ സൗരഭ് രജ്പുത്തിനെയാണ് 27 വയസ്സുള്ള റസ്തോഗിയും അതുപോലെ തന്നെ 25 വയസ്സുള്ള കാമുകനായിട്ടുള്ള സാഹിൽ ശുക്ലയും ചേർന്ന് കൊലപ്പെടുത്തിയത്. പിന്നീട് ഈ മൃതദേഹങ്ങൾ ഇത് പുറത്ത് പിടിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ കഷ്ണങ്ങളാക്കി വീപ്പയിലിട്ട് സിമന്റ് നിറച്ച് ഉപേക്ഷിച്ചത്. സൗരഭിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും തങ്ങളുടെ മകൾ ചെയ്ത കുറ്റത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഈ പറയുന്ന മുസ്കാന്റെ മാതാപിതാക്കളടക്കം കൊലപാതക വാർത്ത പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചത്. കാരണം സൗരഭ് അവളെ അന്ധമായി സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ മകളായിരുന്നു പ്രശ്നമെന്ന് അവർ തന്നെ പറയുകയാണ്. സൗരഭിനെ അവന്റെ കുടുംബത്തിൽ നിന്നും അകറ്റി ഇപ്പോൾ അവനെ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. ആ കുടുംബത്തിന് നീതി ലഭിക്കണം. സൗരഭ് വീട്ടുകാരെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും എല്ലാം അവൾക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചത്. ഇപ്പോൾ അവൾ തന്നെ സൗരഭിനെ കൊന്നിരിക്കുന്നു. തങ്ങളുടെ മകനായിരുന്നു സൗരഭ് എന്നാണ് മുസ്കാന്റെ മാതാപിതാക്കളടക്കം തൻ്റെ മകളുടെ ഈ ഒരു പ്രവൃത്തി പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചത്. മകൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളെ തൂക്കിലേറ്റണമെന്നും ജീവിക്കാനുള്ള അവകാശം അവൾക്ക് നഷ്ടമായെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മുസ്കാനും സാഹിലും ലഹരിക്ക് അടിമകളായിരുന്നു. അവർ തമ്മിൽ കാണുന്നതും സൗരഭ് വിലക്കുമെന്ന് കരുതിയാണ് അവനെ കൊലപ്പെടുത്തിയതെന്ന് മുസ്കാന്റെ മാതാപിതാക്കൾ പറഞ്ഞു. സാഹിലിനെ കാണാനും ലഹരി ഉപയോഗിക്കാനും കഴിയില്ല എന്ന പേടിയാണ് സൗരഭിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മുസ്കാന്റെ അമ്മയായ കവിത രസ്തംഗി പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മുസ്കാൻ ഞങ്ങളെ വന്ന് കണ്ടു. സൗരഭിനെ കൊന്നെന്ന് മുസ്കാൻ തുറന്നു പറഞ്ഞു. സാഹിലുമായി ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നത് അവൻ തടയുമെന്ന് കരുതിയാണ് കൊന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിച്ചതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. സൗരഭ് എപ്പോഴും മുസ്കാനെ പിന്തുണച്ചിരുന്നെന്നും അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നെന്നും കവിത കൂട്ടിച്ചേർത്തു. സൗരഭ് ലണ്ടനിലേക്ക് പോയപ്പോൾ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാൻ അവളോട് പറഞ്ഞതാണ്. ഞങ്ങൾ അവൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുമെന്ന് പറഞ്ഞ് ഒപ്പം വന്നില്ല. സൗരഭ് അവളെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ സൗരഭ് ലണ്ടനിലായിരുന്ന സമയത്ത് മകൾക്ക് 10 കിലോയോളം കുറഞ്ഞു. സൗരഭ് കൂടെ ഇല്ലാത്തതിലുള്ള വിഷമം കാരണമാണ് അവൾ ക്ഷീണിച്ചതെന്ന് ഞങ്ങൾ കരുതി. സാഹിൽ അവളെ ലഹരിക്ക് ആക്കിക്കൊണ്ടിരിക്കുകയെന്നാണ്, അത് അറിഞ്ഞില്ലെന്നാണ് അമ്മ പ്രതികരിക്കുന്നത്. സൗരഭിന്റെയും മുസ്കാന്റെയും 6 വയസ്സുകാരി മകൾ ഇപ്പോൾ മുസ്കാന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ്. കഴിഞ്ഞ മാസം 28 6 വയസ്സുള്ള മകളുടെ ജന്മദിനാഘോഷത്തിന് സൗരഭ് രജ്പുത്ത് നാട്ടിലെത്തിയത്. ഇയാളെ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഭാര്യയും കാമുകരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് നൽകി ഇയാളെ അബോധാവസ്ഥയിലാക്കി.
പിന്നീട് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി 15 കഷ്ണങ്ങളാക്കിയ ശേഷം വീപ്പയിലിട്ട് കോൺക്രീറ്റ് നിറച്ചു. സൗരഭിനെ കാണാതായതോടെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ സൗരഭ് മണാലിയിൽ പോയിരിക്കുകയാണെന്ന് ഇവരോട് മുസ്കാൻ പറഞ്ഞു. ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ചില ഫോട്ടോകളും ചിത്രങ്ങളും എടുത്ത് മുസ്കാൻ തന്നെ സൗരഭിൻ്റെ സമൂഹമാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ സൗരഭിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുസ്കാനെയും സാഹിലിനെയും കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത്. മൃതദേഹത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ വീപ്പ കണ്ടെത്തുകയും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. 2016 സൗരഭും മുസ്കാനും വിവാഹിതരാകുന്നത്. പ്രണയ വിവാഹമായിരുന്നു. മുസ്കാനൊപ്പം സമയം ചെലവിടുന്നതിന് വേണ്ടി സൗരഭ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു. ഇത് സൗരഭിന്റെ വീട്ടിൽ പ്രശ്നമാകുകയും ഇരുവരും വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു. 2019 ഇവർക്കൊരു മകൾ പിറന്നു. അധികം വൈകാതെ സാഹിലുമായി മുസ്കാന് ബന്ധമുള്ളതായി സൗരഭ് മനസ്സിലാക്കിയതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ഇരുവരും വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ മകളുടെ ഭാവി ആലോചിച്ച് വേർപിരിയേണ്ട എന്ന തീരുമാനത്തിലെത്തി. 2023 സൗരഭ് വീണ്ടും മർച്ചന്റ് നേവിയിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് മുസ്കാനും സാഹിലും സൗരഭിനെ കൊലപ്പെടുത്തുന്നത്. അതേസമയം മീററ്റിലെ ഒരു കോടതിക്ക് പുറത്തും മർച്ചന്റ് നേവി ഓഫീസർ സൗരഭ് രജപുത്ത് കൊലക്കേസിലെ പ്രതികളായ മുസ്കാൻ അറസ്തോഗിയെയും സാഹിൽ ശുക്ലയെയും ഒരു കൂട്ടം അഭിഭാഷകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മീററ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളുമായി മടങ്ങുന്നതിനിടെയായിരുന്നു മർദ്ദനം. 2 പ്രതികളെയും പോലീസ് വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇതാദ്യമായല്ല സൗരഭിനെ കൊലപ്പെടുത്താൻ മുസ്കാൻ ശ്രമിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ ഫെബ്രുവരി 25 ഇദ്ദേഹത്തെ മദ്യത്തിൽ മയക്കുമരുന്ന് നൽകി കൊല്ലാൻ മുസ്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സൗരഭ് ആ ദിവസം മദ്യപിക്കാതിരുന്നതിനാൽ പദ്ധതി പരാജയപ്പെട്ടുവെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സൗരഭിൽ നിന്ന് തട്ടിയെടുത്ത പണം കേസിലെ മറ്റൊരു പ്രതിയായ സാഹിൽ ശുക്ല ചൂതാട്ടത്തിന് ഉപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് വാതുവയ്പ്പുകളിൽ പങ്കെടുത്ത് വിജയിച്ച് കിട്ടുന്ന പണം കൊണ്ട് മുസ്കാനുമൊത്ത് ജീവിക്കാമെന്നായിരുന്നു സാഹിൽ പദ്ധതിയിട്ടിരുന്നത്. സാഹിൽ വാതുവയ്പ്പ് നടത്തിക്കൊണ്ടിരുന്ന സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വാതുവയ്പ്പിലൂടെ ചൂതാട്ടത്തിലൂടെയും നേടിയ പണം മുസ്കാനൊപ്പം ഋഷിയേഷിലേക്കും ഡെറാഡൂണിലേക്കും നടത്തിയ യാത്രകൾക്കാണ് സാഹിൽ ചിലവഴിച്ചത്. സാഹിൽ സ്ഥിര വരുമാനം ഉണ്ടായിരുന്നില്ലെന്നും ചൂതാട്ടത്തിൽ നിന്നാണ് ഇയാൾ പണം സമ്പാദിച്ചിരുന്നതെന്നും അയൽക്കാരും പറഞ്ഞു. മുസ്കാനും മകൾക്ക് വേണ്ടി സൗരഭ് എല്ലാ മാസവും 1 ലക്ഷം രൂപ വീതം അയച്ചു കൊടുത്തിരുന്നു. ഈ പണം വരുമ്പോഴെല്ലാം ഇക്കാര്യം മുസ്കാൻ സാഹിലിനെ അറിയിക്കുമായിരുന്നു. ഈ പണം സാഹിൽ വാങ്ങി ക്രിക്കറ്റ് വാതുവയ്പ്പുകളിൽ ഉപയോഗിക്കുകയായിരുന്നു. വർഷങ്ങളായി IPL മത്സരങ്ങളിൽ പന്തയം വയ്ക്കുന്ന ആളാണ് സാഹിലെന്നും പുതിയ മത്സരത്തിന്റെ സീസണിൽ കൂടുതൽ പണം വാതുവയ്ക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇയാളെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി 9 പേർക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ 4 കടയുടമകൾ, ഒരു ഡോക്ടർ, ഒരു കെമിസ്റ്റ്, ഒരു ക്യാബ് ഡ്രൈവർ, ഒരു വാടകക്കാരൻ, പണം കൈമാറ്റം ചെയ്ത ഒരു അക്കൗണ്ട് ഉടമ എന്നിവർ ഉൾപ്പെടുന്നു. ഇവരിൽ ഇതുവരെ 7 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഈ വ്യക്തികളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ടെന്നും SP ആയുഷ് വിക്രം സ്ഥിരീകരിച്ചിരുന്നു. മീററ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ പീയൂഷ് ശർമ്മ വാക്കുകൾ ഇങ്ങനെയാണ്: അന്വേഷണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച റെയ്ഡ് ചെയ്തപ്പോഴാണ് ഉഷ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മുസ്കാൻ ഗുളികകൾ വാങ്ങിയതായി കണ്ടെത്തിയത്. ഇത്തരം മരുന്ന് വാങ്ങാൻ കുറിപ്പടി ആവശ്യമാണോ അതോ കൗണ്ടറിൽ നേരിട്ട് വിൽക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുകയാണെന്നാണ്. അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്തതിലൂടെയാണ് ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിനെ ഈ യുവതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ഇനി നേരിടേണ്ടി വരുന്ന നിയമവശങ്ങളെല്ലാം അനുസരിച്ചായിരിക്കും വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ യുവതി നേരിടേണ്ടി വരിക.